നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ആദിശക്തമാണ്. അതുകൊണ്ട് തന്നെ സർവാഭീഷ്ടസിദ്ധിയും സത്കീർത്തിയും ഫലമായി പറയണം. ദേവതയായി രേവതി നക്ഷത്രക്കാർക്ക് ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെ പറയണം. ഇപ്പോൾ നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ ധനവും ബുദ്ധിയും ഉള്ളവരും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ശരീര സൗന്ദര്യവും ഭാര്യയോട് വിധേയത്വം പുലർത്തുന്നവരുമാണ്. സ്ത്രീജിതരാണ് എന്ന് പറയാം. രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സ്വഭാവശുദ്ധി, വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവയുള്ളവരാണ്. സൗന്ദര്യവും തേജസ്സും ഉള്ളവരാണ്. ശത്രുക്കളെ ജയിക്കുന്നവരും എല്ലാവർക്കും ഇഷ്ടം ജനിപ്പിക്കുന്നവരും ആയിരിക്കും. ചാരവശാൽ വ്യാഴം 4ഉം 5ലും ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി ജന്മരാശിയിലാണ്. രാഹു 12ലാണ്. മാനസികമായിട്ടുള്ള സംഘർഷാത്മക അവസ്ഥയുണ്ടായേക്കാം. മനസ്സിൽ വളരെ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നതാണ്. സന്താന ഭാഗ്യം, സദ്ഗുണങ്ങൾ എന്നിവ ഉണ്ടാകാം. 9 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം ആരോഗ്യവും ഐശ്വര്യവും വിദ്യയും, 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം രോഗങ്ങളും അതിൽ നിന്ന് മുക്തിയും ലഭിക്കാം. തീ, കരണ്ട്, അഗ്നി, വൈദ്യുതി എന്നിവയിൽ നിന്നൊക്കെ കരുതലെടുക്കേണ്ടതാണ്. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ഉന്നത പഠനം, തൊഴിൽ, വിവാഹം, ധന ഐശ്വര്യങ്ങൾ എന്നിവയൊക്കെ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം സ്ഥാനനഷ്ടങ്ങളും അലച്ചിലും ഉണ്ടാകാം. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് പരിശ്രമത്തിലൂടെ നേട്ടങ്ങളും സുഖവും സന്തോഷവും ഫലമായിട്ട് പറയണം. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് കഠിനാധ്വാനത്തിലൂടെ ഉയർച്ചയും ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതാണ്. എന്നാൽ അലർജി പോലെയുള്ള കാര്യങ്ങൾ ഈ വർഷം ഉണ്ടാകാം. 77 വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ളവർക്ക് ഈ വർഷം പല വിധത്തിലുള്ള സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. രേവതി നക്ഷത്രക്കാർക്ക് 7 ശനിക്കാലം തുടരുകയാണ്. എല്ലാ മേഖലയിലും ശക്തിക്ഷയമോ പരാജയമോ വരാനിടയുള്ളതിനാൽ കരുതൽ വേണ്ടതുണ്ട്. സാഹസങ്ങൾക്ക് ഒരു കാരണവശാലും മുതിരാതിരിക്കുക. സാമ്പത്തിക അച്ചടക്കം അനിവാര്യമാണ്. കൂട്ടുകെട്ടുകളിൽ ജാഗ്രത വേണ്ടതായിട്ടുണ്ട്. പുതിയ ജോലികൾക്കായി നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് പലവട്ടം ആലോചിച്ചിട്ടാവണം ചെയ്യാൻ. നിലവിലെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. പക്ഷേ വലിയ തോതിൽ പണം മുടക്കാതിരിക്കുക. ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ ഗുണകരമാകുന്നതാണ്. വീട് നിർമ്മാണം തുടങ്ങാൻ സാധിച്ചേക്കും. എന്നാൽ പൂർത്തിയാക്കാൻ ചിലപ്പോൾ വൈകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. മകന്റെ അല്ലെങ്കിൽ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വാഹനം മാറ്റി വാങ്ങേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം. അനുരാഗ കാര്യങ്ങളിൽ കുടുംബത്തിന്റെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം. ബന്ധുശൈഥല്യം മനസ്സിനെ ബാധിക്കാനിടയുണ്ട്. ആത്മീയ സാധനങ്ങൾ മുടക്കാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തുക. അപരിചിതരും ഒത്തുള്ള ദീർഘയാത്രകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്.